ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്തു വരുമ്പോൾ താമസം വരാം. കാരണം ക്ലച്ച് ഗ്രീസിങ് വരും, എയർ ഫിൽട്ടർ, ബാക്ക് ബ്രേക്ക് ചെക്കപ്പ്, ക്യാം ഗ്രീസിങ്, ബാറ്ററി ടെസ്റ്റ്, ഫ്രണ്ട് ബ്രേക്ക്, അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ക്ലച്ചൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യണത് കൊണ്ട് തന്നെ വണ്ടി കുറച്ച് താമസം വരുന്ന വർക്കാണ്. അപ്പോൾ അത് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊന്നും കുഴപ്പമില്ല, നമുക്ക് ക്ലീനാക്കി റെഡിയാക്കിയാൽ മതി. പക്ഷേ ഈ ബ്രേക്ക് ക്യാം ഉണ്ടല്ലോ, ഓൾറെഡി നമുക്ക് വെള്ളത്തിൽ കൂടെ ഓടിയിട്ടുണ്ട്, ക്യാമൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. എയർ ഫിൽറ്റർ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഹെഡിലൊക്കെ കരിയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എയർ ഫിൽറ്ററും മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരും കേട്ടോ. പ്ലഗ് അത്ര തീരെ കണ്ടീഷൻ വളരെ മോശമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടുമ്പോൾ മാറ്റുമ്പോൾ ഇത് രണ്ടും കൂടി സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടി വരാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചേക്കുന്നുണ്ട്. ക്ലച്ച് നമുക്ക് ഈ സ്കൂട്ടർ മോട്ടോർ വണ്ടിയിൽ വന്നത് CVT ക്ലച്ചാണ് വരാം. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം കുറേ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടി ക്ലച്ച് കവറിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് ഫുള്ള് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. നിലവിൽ ഓയിൽ സീലോ കാര്യങ്ങളോ, ഇപ്പോൾ 2 ഓയിൽ സീലോ തന്നെ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലോ ഉണ്ട്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലോ, 2 സൈഡിൽ നിന്ന് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിക്കർ വീല് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ അതിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതതിൻ്റെ റോളർ സെറ്റ്, വെയിറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വന്നാണ്, റോളർ സെറ്റ് വന്നാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ചെറിയ തേമാനൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഉപയോഗം കണക്കാക്കി നോക്കുമ്പോൾ അത് നോർമൽ സാധാരണയാണ്, പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റും റോളർ പിന്നും കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റാണത്. ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലാണ് ആ ബെൽറ്റൊക്കെ വർക്ക് ചെയ്യുക. അത് വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ തുടങ്ങിയങ്ങനെയുണ്ടോ, ചെറുതായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് പരമാവധി ഓടിക്കാം. കാരണം നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യും. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കൈയോടെ നമ്മളത് മാറ്റും. ഇത് ആരംഭമാണ്. അപ്പോൾ ഈ ഒരു പൊട്ടലിന് വേണ്ടി നമ്മളിപ്പോൾ മാറ്റാൻ നിൽക്കണ്ട. നമുക്ക് ഒരു 30,000 അടുപ്പിച്ച് വണ്ടി ഓടിക്കാവുന്നൊരു കണ്ടീഷനിൽ നോക്കാം. സാധാരണ രീതിയിൽ 30,000 എത്തുമ്പോഴത്തേക്കും മാറ്റിയാൽ മതി. ഇതിപ്പോൾ പൊട്ടൽ ആരംഭിച്ചത് നേരത്തെയാണെന്നുള്ളൂ, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് അടുത്ത നെക്സ്റ്റ് സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത്, ഇതും ഇരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അത് 12 വോൾട്ട് വരുന്ന ബാറ്ററിയാണ്, 4 ആമ്പിയറിൻ്റെ. അപ്പോൾ നമ്മളത് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 13 വോൾട്ട് വരെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുൾ പവർ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് എന്തെങ്കിലും കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കും. ഇത് ഓൾറെഡി ഓക്കെ ആയിട്ട് കാണിക്കണം. അപ്പോൾ നിലവിൽ ബാറ്ററിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. 2022 ബാറ്ററി വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. പക്ഷെ എന്നാൽ പോലും സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കത് ബാറ്ററി ടെസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാണ്ട് വരില്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ നിലവിൽ ബാറ്ററി സംബന്ധമായിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ക്ലച്ച് ഷൂ, ബ്രേക്ക് ഷൂ വന്ന് പിടിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. കാരണം ഞാൻ മഴയത്തേക്കടെ കൂടുമ്പോൾ ഓൾറെഡി അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ടയറിൻ്റെ കേസ് ചെറിയൊരു തേയ്മാനത്തിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എൻജിൻ ഹാങ്ങർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നോക്കി. വേറെ പറയത്തക്ക ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ചില കേസിൽ ടയറിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും വെട്ടിത്തേര് വരുമല്ലോ. പിന്നെ സാധാരണ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ഏത് വണ്ടി എടുത്ത് നോക്കിയോ അതിൻ്റെ ഫ്രണ്ട് ടയർ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേയ്മാനം ഉണ്ടാവും. ആ തേയ്മാനാണ് ഈ വണ്ടിക്കും കാണുന്നുള്ളൂ. കൂടുതലായിട്ട് വലിയ പ്രശ്നം എന്ന് പറയാനായിട്ടുള്ള കണ്ടീഷനൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മളിതിൻ്റെ എൻജിൻ ഓയിൽ കഴിഞ്ഞ ദിവസം മാറ്റിയായിരുന്നതാണ്. അപ്പോൾ എൻജിൻ ഓയിൽ പുതിയ ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെയും അടുത്ത സർവീസിൻ്റെയും കൂടിയിട്ടുള്ള സ്റ്റിക്കർ ഓൾറെഡി ഞാൻ സീറ്റിൽ തുറക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കണ്ടീഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടേക്കാം. നിലവിൽ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിലേക്ക് വന്ന ഈ അതിൻ്റെ സ്റ്റീലിൻ്റെ ഈ ഓൾറൗണ്ട് കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാമ്പ് കൊടുത്തിട്ട് അതൊന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാരണം ഓൾറെഡി SSL വേണം നമ്മളതൊന്ന് വെൽഡ് ചെയ്യണമെങ്കിൽ. ഓൾറെഡി ഇവിടെ നിന്ന് അങ്ങനെ ആരും ചെയ്ത് തരില്ല, അതാണ് പ്രശ്നം. നിലവിൽ കുഴപ്പമില്ല, നമുക്ക് ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റ് കാണിക്കില്ല. ക്ലാമ്പ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലിയറായിട്ട് പോയിക്കോളും. വെൽഡ് ചെയ്യുന്ന ക്വാളിറ്റി കിട്ടില്ല, പക്ഷെ എന്നാൽ പോലും നിലവിൽ പ്രശ്നങ്ങളൊന്നും പെടപ്പോ കാര്യങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ. റെഡി ആയിട്ടുണ്ട്.
ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വിളിച്ച് പറയാം. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളും ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഒരു 3 മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. വാഷിംഗ് അടക്കം ഉണ്ടല്ലോ, അതടക്കം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 3 മണിയോട് അടുത്ത് വരും. ഓക്കെ.